അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ തിയറീസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കിയാൽ കുറച്ചും കൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കമ്പയർ ചെയ്യും എന്നുള്ളതായിരുന്നു. ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പയർ ചെയ്യുന്ന സമയത്ത് മുനിസിപ്പൽ വാല്യൂ ഓർ ഫെയർ റെൻ്റൽ വാല്യൂ കമ്പയർ ചെയ്യുക, ദെൻ ടേക്ക് ദ ഹയസ്റ്റ് വാല്യൂ, ദെൻ അതിനെ സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്താൽ അതിലെ ലെസർ വാല്യൂ വിൽ ബി എക്സ്പെക്റ്റഡ് റെൻറ്റ്. ദെൻ എക്സ്പെക്റ്റഡ് റെൻറ്റിനെയും ആക്ച്വൽ റെൻറ്റിനെയും കമ്പയർ ചെയ്താൽ നമുക്ക് ഹയർ വാല്യൂ ആയിരിക്കും അതിൻ്റെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള തിയറീസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കുക. കമ്പ്യൂട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2025-26. അതിൽ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ ഫെയർ റെൻ്റൽ വാല്യൂ 1,32,000 per annum, actual rent 14,000 per month. Then municipal rental value 1,20,000 per annum, then standard rent 1,38,000. അപ്പോൾ സ്റ്റാൻഡേർഡ് റെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ദ ഹൗസ് പ്രോപ്പർട്ടി വിൽ ബി കംസ് അണ്ടർ റെൻറ്റ് കൺട്രോൾ ആക്ട്. ഓക്കെ, the assessee is not able to collect the rent for 2 months and the house is also remained closed for 2 months. ഇപ്പോൾ എന്താണ്, 2 മാസത്തെ റെൻറ്റ് ഇയാൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതേസമയം ഹൗസ് 2 മാസം ക്ലോസ് ആയിട്ടാണ് കിടന്നിട്ടുള്ളത്. അപ്പം അൺറിയലൈസ്ഡ് റെൻ്റാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അൺറിയലൈസ്ഡ് മീൻസ് വേക്കൻറ്റ് പീരീഡ് ആയതുകൊണ്ട് വന്നിട്ടുള്ളൊരു അൺറിയലൈസ്ഡ് റെൻറ്റിൻ്റെ കേസാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അൺറിയലൈസ്ഡ് റെൻ്റ് ആണെന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ റൂൾ 4 നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. റൂൾ 4 പറയുന്നത് നമ്മളുടെ ഒരു ടെനൻറ്റ് നമുക്ക് റെൻറ്റ് തരാതിരുന്നിട്ടും നമ്മളതിന് വേണ്ട ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ അതിനെ അൺറിയലൈസ്ഡ് ആയിട്ട് കാണാൻ കഴിയൂല. അപ്പോൾ ആദ്യം എന്ത് വേണം, നമുക്ക് റെൻറ്റ് കിട്ടുന്നില്ല എന്ന് കണ്ടാൽ ഓണർ അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. ദെൻ ടെനൻറ്റും ഓണറും തമ്മിലുള്ള ഒരു ബോണഫൈഡ് എഗ്രിമെൻറ്റ് അവിടെ ഉണ്ടായിരിക്കണം, ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇതെന്തുകൊണ്ടാണിത് നമുക്ക് റെൻറ്റ് കിട്ടാത്തതെന്നുള്ള റീസൺസ് ഈ ഒരു ഓണർ എന്താണെന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സർട്ടൻ റൂൾസ് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അൺറിയലൈസ്ഡ് റെൻ്റ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ചില ക്വസ്റ്റ്യനിൽ അതിൽ പറയും റൂൾസ് 4 നമ്മൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇതിലിപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും അസസിക്ക് കളക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അൺറിയലൈസ്ഡ് റെൻ്റായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, then what will be annual value if the actual rent received 12,000 per month. അപ്പോൾ ഇതിൽ പെർ മന്ത് തന്നതൊക്കെ നമ്മൾ ആനത്തിലേക്കായിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ് നോക്കുക, ഫെയർ റെൻ്റൽ വാല്യൂ ആൻഡ് അതുപോലെ തന്നെ MR മുനിസിപ്പൽ വാല്യൂ ആണ് നമ്മൾ ആദ്യം കമ്പയർ ചെയ്യേണ്ടത്. സോ അതിൽ ഫെയർ റെൻ്റൽ വാല്യൂ 1,32,000 ആൻഡ് മുനിസിപ്പൽ വാല്യൂ 1,20,000 ആണ്. അപ്പോൾ 1,20,000 ഓർ 1,32,000 വിച്ച് എവർ ഈസ് ഹയർ 1,32,000 ആണ്. ദെൻ അതിനെ സ്റ്റാൻഡേർഡ് റെൻ്റായിട്ട് കമ്പയർ ചെയ്യുകയാണ്, അതിൽ ലെസ്സർ എമൗണ്ട് കാണണം. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് റെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, 1,38,000. അപ്പോൾ 1,38,000 സ്റ്റാൻഡേർഡ് റെൻറ്റും അതുപോലെ ഇതിലെ ഹയർ വാല്യൂ ആയിട്ടുള്ള 1,32,000 കമ്പയർ ചെയ്തിട്ട് ലെസ്സർ എമൗണ്ട് ആണ് എടുക്കേണ്ടത്. അതായിരിക്കും എക്സ്പെക്റ്റഡ് റെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ രണ്ടിലും ലെസ്സർ വാല്യൂ 1,32,000 ആണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. ഇനി എക്സ്പെക്റ്റഡ് റെൻറ്റും ആക്ച്വൽ റെൻറ്റുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ ആക്ച്വൽ റെൻറ്റ് എത്രയാണ് നമുക്ക് കിട്ടുക, ആക്ച്വൽ റെൻ്റായിട്ട് 14,000 പെർ മന്ത് ആണ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 14,000 പെർ മന്ത് ആവുന്ന സമയത്ത് 14,000 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1,68,000 ആണ് ആക്ച്വൽ റെൻ്റായിട്ട് കിട്ടുക. പക്ഷേ എന്ത് വന്നിട്ടുണ്ട്, 2 മാസം എന്ത് ചെയ്തിട്ടില്ല, വീട് ക്ലോസ്ഡ് ആയിട്ടാണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ 2 മാസത്തെ റെൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ
ബാലൻസ് 1,40,000 മാത്രമാണ് നമുക്ക് ആക്ച്വൽ റെൻ്റായിട്ട് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ആ കേസിൽ 1,40,000 ആണ് കയ്യിൽ കിട്ടിയത്. ഓക്കെ, അപ്പം 1,40,000 ആണോ ഓർ ERV എത്ര നമുക്ക് എക്സ്പെക്റ്റഡ് റെൻറ്റ് കിട്ടിയിട്ടുള്ളത് 1,32,000 ആണ്. അതിലേതാ ഹയസ്റ്റ് വാല്യൂ? 1,40,000 ആണ്. സോ ഈ 1,40,000 ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മുനിസിപ്പൽ ആൻഡ് ഫെയർ റെൻ്റൽ വാല്യൂ കമ്പയർ ചെയ്തു, ഹയസ്റ്റ് വാല്യൂ എടുത്തു. ആ ഹയസ്റ്റ് വാല്യൂവിനും സ്റ്റാൻഡേർഡ് റെൻറ്റിനെയും കമ്പയർ ചെയ്ത സമയത്ത് ലെസർ വാല്യൂ എടുത്തു, അതാണ് എക്സ്പെക്റ്റഡ് റെൻറ്റ്. ആ എക്സ്പെക്റ്റഡ് റെൻറ്റിനും ആക്ച്വൽ റെൻറ്റിനും, അവിടെ ആക്ച്വൽ റെൻറ്റ് 1,68,000 നമുക്ക് മൊത്തം എടുക്കാൻ പറ്റില്ല. അതിന്ന് 2 മാസത്തെ റെൻറ്റ് കുറച്ചിട്ട് 2 മാസത്തെ 28,000 എങ്ങനെ കിട്ടിയത്? പെർ മന്ത് റെൻറ്റ് എന്ന് പറയുന്നത് 14,000 ആണ്. അപ്പോൾ 2 മാസം 28,000 കുറച്ചിട്ട് ബാക്കി 1,40,000 ആണ് ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത്. സോ 1,40,000 ഓർ 1,30,000 32,000 വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുമ്പോൾ 1,40,000 ആണ്. സോ അതുകൊണ്ടാണ് ഗ്രോസ് ആനുവൽ വാല്യൂ 1,40,000 വന്നത്. അതിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കണം? ആനുവൽ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കാം. നമ്മൾ നേരത്തെ അതിൻ്റെ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. 28,000 ആണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിത് കുറച്ച് കാണിച്ചിരിക്കുന്നത് ആക്ച്വൽ റെൻറ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി നമ്മൾ ഈ അൺറിയലൈസ്ഡ് റെൻറ്റ് ഡിഡക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഗ്രോസ് ആനുവൽ വാല്യൂ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ നിന്നും ആനുവൽ വാല്യൂവിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലെസ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത്. സോ ആ 28,000 നമ്മൾ ലെസ് ചെയ്തു, നമുക്ക് ആനുവൽ വാല്യൂ കിട്ടി. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആനുവൽ വാല്യൂ മാത്രമാണ്, അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് ആൻസർ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മുനിസിപ്പൽ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരാത്തത് കൊണ്ട് അത് നമ്മൾ കുറയ്ക്കേണ്ട കാര്യമില്ല. അതും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂന്ന് മുനിസിപ്പൽ ടാക്സും കുറയ്ക്കണമായിരുന്നു, അതുപോലെ തന്നെ അത് ആനുവൽ വാല്യൂന്ന് നമ്മൾ മുനിസിപ്പൽ ടാക്സും കുറയ്ക്കണമായിരുന്നു, അതുപോലെ ഇൻട്രസ്റ്റ് ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുക. പക്ഷെ നമുക്ക് അതൊന്നും കാണേണ്ട ആവശ്യമില്ല, ആനുവൽ വാല്യൂ മാത്രമേ നമുക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ആൻസർ സ്റ്റോപ്പ് ചെയ്യാം. ഇനി സെക്കൻഡായിട്ട് അതിൽ ചോദിച്ചിരിക്കുന്നത് ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് 12,000 പെർ മന്ത് വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ വരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ 14,000 പെർ മന്ത് എടുത്തതിന് പകരം 12,000 പെർ മന്ത് വെച്ചിട്ടായിരിക്കും ആൻസർ കാണേണ്ടി വരിക. ഓക്കെ, അതുവരെ ഉള്ളതൊക്കെ സിമിലർ അല്ലെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ആക്ച്വൽ റെൻറ്റ് നേരത്തെ നമ്മൾ 14,000 വെച്ചപ്പോഴാണ് 1,68,000 കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ വേക്കൻറ്റ് പീരീഡത്തെ 2 മാസത്തെ കുറച്ചത്, അത് 12,000 വെച്ച് കുറയ്ക്കുമ്പോൾ 24,000 വെച്ചിട്ടാണ് കുറയ്ക്കാനുണ്ടാവുക. ബാലൻസ് 1,20,000 ഉണ്ടാകും. അതിന് അൺറിയലൈസ്ഡ് റെൻറ്റ് 24,000 കുറച്ചാൽ ആനുവൽ വാല്യൂ 96 കിട്ടും. അവിടെ പ്രൊസീജിയറിനൊന്നും മാറ്റില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അൺറിയലൈസ്ഡ് റെൻറ്റ് 2 പ്രാവശ്യം കുറയ്ക്കുന്നതല്ല. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ആക്ച്വൽ റെൻറ്റും അതുപോലെ എക്സ്പെക്റ്റഡും ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് കുറച്ചിട്ട് ആ ഒരു എമൗണ്ട് കമ്പാരിസണിന് വേണ്ടി എടുക്കുന്നത്. ഇതിൻ്റെ ശരിക്കത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടതിന് ശേഷം ആനുവൽ വാല്യൂ കാണുന്നതിന് വേണ്ടിയിട്ട് 28,000 കുറയ്ക്കുമ്പോഴാണ് ഇതിൻ്റെ ആക്ച്വൽ ഡിഡക്ഷൻ വരുന്നത്. മറ്റേത് കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ട് കുറയ്ക്കുന്നതുമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. Illustration 14. A residential house property is owned by Sri Aditya, construction of which is completed on 1st March 2020. അപ്പോഴേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളതൊക്കെ പോസ്റ്റ് കൺസ്ട്രക്ഷൻ ആണ്. ദെൻ മുനിസിപ്പൽ വാല്യൂ 40,000, അതുപോലെ ബിൽഡിങ്ങിൻ്റെ ലെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് മന്ത്ലി 6,000 വെച്ചിട്ടാണ്, ഇൻക്ലൂസീവ് ഓഫ് 500 ആസ് റെൻറ്റ് ഓഫ് ഫേർണിച്ചർ. അപ്പോൾ അവിടെ എന്താണ്, ഫർണിച്ചറിൻ്റെ റെൻറ്റും കൂടെ ഉണ്ട്. അത് കോമ്പോസിറ്റ് റെൻ്റായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. കോമ്പോസിറ്റ് റെൻ്റ് എന്ന് പറയുമ്പം നമ്മൾ പറഞ്ഞു സെപ്പറേറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സെപ്പറേറ്റ് കണ്ടിട്ടുള്ള ഫർണിച്ചറിൻ്റെ റെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിലേക്കും ഹൗസ് പ്രോപ്പർട്ടീൻ്റെ റെൻറ്റ് മാത്രം ലെറ്റ് ഔട്ട് പോർഷനിലേക്കും എടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 6,000 മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത മീൻസ് 6,000 എത്രയാണോ ഹൗസ് പ്രോപ്പർട്ടീൻ്റെത് അത് മാത്രം നമ്മൾ ലെറ്റ് ഔട്ടിൻ്റെ റെൻറ്റൽ വാല്യൂ ആയിട്ട് എടുത്താൽ മതി.
500 എന്ന് പറയുന്നത് അതർ സോഴ്സിലേക്ക് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ 6000 മൈനസ് 500 എന്ന് പറയുമ്പോൾ ബാക്കി 5500 പെർ മന്ത് വെച്ചിട്ടാണ് നമുക്ക് വീടിന് കിട്ടുന്നത്. 500 എന്ന് പറയുന്നത് അതർ സോഴ്സിലേക്ക് പോകുന്നതും ആയിരിക്കും. ഓക്കെ, അതപ്പോൾ കോമ്പോസിറ്റ് ട്രെൻഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ഫോർ 2024-25 4180 ആണ്. അത് മൊത്തമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ടെനൻ്റ് ആണ് പേ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് മൊത്തമായിട്ട് മൈനസ് ചെയ്യാം. ദെൻ ഗ്രൗണ്ട് റെൻറ്റ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് 200, കളക്ഷൻ ചാർജസ് 1500, എമൗണ്ട് സ്പെൻഡ് ഓൺ റിപ്പയേഴ്സ് ഓഫ് ദ ഹൗസ് 2500, ഇൻഷുറൻസ് ചാർജ് 1150. ഇതൊക്കെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% എന്ത് ചെയ്യുന്നത്, ഡിഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഓരോന്നും നമ്മൾ കുറയ്ക്കേണ്ട കാര്യമില്ല. അതിനെല്ലാം കൂടെ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ലെസ് ചെയ്യുന്നത്. ദെൻ ഇൻട്രസ്റ്റ് അക്രൂഡ് അപ് ടു 31st March 2020 ഓൺ മണി ബോറോഡ് ഫോർ കൺസ്ട്രക്ഷൻ 6000. അതെന്താ 31st March 2000 വരെ ഇൻട്രസ്റ്റ് അക്രൂ ചെയ്തിരിക്കുന്നത് 6000 ആണ്. ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 2020 അപ്പോൾ 2020 അല്ലെങ്കിൽ അതിന് മുന്നേ ഉണ്ടായിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് നമുക്ക് എത്രയേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, 1/5 മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ 6000ൻ്റെ 1/5 മാത്രമേ നമുക്ക് കറണ്ട് ഇയറിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞത് എപ്പോഴാണ് ലോൺ എടുത്തത് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ആ ഡേറ്റ് മുതൽ നമ്മളുടെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ഇയറിൻ്റെ തൊട്ട് മുന്നത്തെ 31st March വരെയുള്ള പീരീഡിനാണ് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 1st Marchനാണ് നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 31st March വരെയുള്ള ഇൻട്രസ്റ്റിനെ പ്രീ കൺസ്ട്രക്ഷൻ പീരീഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ആ പീരീഡത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1/5 മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്ത് മാത്രമേ പറ്റുള്ളൂ, 6000ൻ്റെ 1/5 മാത്രമേ നമുക്ക് പ്രീ കൺസ്ട്രക്ഷൻ പീരീഡായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇൻട്രസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2024-25 1500. അത് ഇക്കൊല്ലത്തെ ഇൻട്രസ്റ്റ് ആണ്. അതിനെന്ത് പറയും, പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇയർത്തെ ഇൻട്രസ്റ്റ്. ലോൺ വീടിൻ്റെ കൺസ്ട്രക്ഷൻ എന്നാണോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത് മുതൽ ലോണിൻ്റെ റീപേയ്മെൻറ്റ് കഴിയുന്നത് വരെയുള്ള പീരീഡിനെയാണ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ഈ 1500 ഓരോ കൊല്ലം നമുക്ക് എത്രയാണോ പോസ്റ്റ് കൺസ്ട്രക്ഷൻ പീരീഡ് ഇൻട്രസ്റ്റ് വരുന്നത് അത് മൊത്തമായിട്ട് നമുക്ക് ലെസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1500 മൊത്തമായിട്ട് ഈ കൊല്ലം ലെസ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻട്രസ്റ്റ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഓൺ ദ മോർഗേജ് ലോൺ ഓഫ് 1,50,000 ടേക്കൺ ഫോർ ഡോട്ടേഴ്സ് മാരേജ് 18,000 എഗെയിൻസ്റ്റ് ഹൗസ് പ്രോപ്പർട്ടി. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലെസ് ചെയ്യാൻ പറ്റുന്നതല്ല. അത് ഡോട്ടറിൻ്റെ മാരേജിന് വേണ്ടി എടുത്തിരിക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ റിലേറ്റഡ് മാറ്റേഴ്സ് മാത്രമേ ഇതിൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഹൗസ് വാസ് ലെറ്റ് ഔട്ട് ഫ്രം 1st April 2023 ആൻഡ് റിമെയിൻഡ് വേക്കൻറ്റ് ഫ്രം 1st February 2024 to 31st May 2024. ദെറാഫ്റ്റർ ഇറ്റ് വാസ് അഗെയിൻ ലെറ്റ് ഔട്ട്. അപ്പോൾ നമ്മൾ കറണ്ട് ഇയർ എടുക്കുന്ന സമയത്ത് 2023 മുതലാണ് വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ദെൻ അപ്പോൾ നമ്മൾ ഇക്കൊല്ലം March 31st വരെ ആകുമ്പോഴാണ് 12 മാസം ആവുന്നത്. പക്ഷെ അതിനിടയ്ക്ക് February 1 മുതൽ വെക്കേറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ആളില്ലാതായിട്ടുണ്ട്. അപ്പം 2 മാസത്തെ റെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ബാക്കി 10 മാസത്തെ റെൻറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ 10 മാസത്തെ കണക്ക് മാത്രമാണ് നമ്മൾ റെൻറ്റൽ ഇൻകമായിട്ട് കാണേണ്ടത്. ഓക്കെ, ഇത്രയും വെച്ചിട്ട് നമ്മൾ ആൻസറിലേക്ക് നോക്കുക. ഇത്രയും ആൻസർ നമുക്ക് ചെയ്യാനുള്ളൂ. നമുക്ക് ഇത്രയും ഡിസ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലും ആൻസർ ആകെ ഈ ഒരു പാർട്ട് മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യം നോക്കേണ്ടത് ആനുവൽ വാല്യൂ ആണ്. ആനുവൽ വാല്യൂ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ ഒന്നും കണ്ടെത്താനില്ല. ആനുവൽ വാല്യൂ ആയിട്ട് നമുക്കിതിലാകെ തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തുമാത്രമാണ്, ആക്ച്വൽ റെൻറ്റ് കിട്ടിയിരിക്കുന്നതാണ്. ആക്ച്വൽ റെൻറ്റ് എന്ന് പറയുന്നത് 6000 വെച്ച് കിട്ടിയെന്നുള്ളതാണ്. മുനിസിപ്പൽ വാല്യൂ ഫെയർ റെൻറ്റൽ വാല്യൂ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ ഈ കേസിലേക്കില്ല. അപ്പം 6000 വെച്ചിട്ടാണ് ആക്ച്വൽ റെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആക്ച്വൽ റെൻറ്റ് കിട്ടിയിട്ടുള്ളതിൽ 500 രൂപ ഫേർണിച്ചറിൻ്റെ എമൗണ്ടുമാണ്. അപ്പോൾ ബാലൻസ് 5500 മാത്രമാണ് ഹൗസ് പ്രോപ്പർട്ടീൻ്റെ റെൻറ്റൽ വാല്യൂ. അതിന് നമ്മൾ 10 മാസം കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 55,000 ആണ് നമുക്ക് കിട്ടുന്നത്. 5500 × 10.
10 മാസം എന്ന് പറയുന്നത് April 1 to 31 January വരെയുള്ള പീരീഡാണ്. ഫെബ്രുവരി ആൻഡ് മാർച്ച് മാസം വീട് വെക്കേറ്റായിട്ട് കിടന്നതാണ്, വേക്കൻ്റായിട്ട് കിടന്നതാണ്. ഇനി മുനിസിപ്പൽ ടാക്സ് നമുക്ക് മൈനസ് ചെയ്യണം. മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് 4180 അത് മൊത്തമായിട്ട് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇനി ഇവിടെ നമുക്ക് അൺറിയലൈസ്ഡ് റെൻറ്റ് കുറയ്ക്കാനില്ല, കാരണം അൺറിയലൈസ്ഡ് റെൻ്റ് അല്ല ഈ കേസിലുള്ളത്. വേക്കൻസി പീരീഡ് ആയതുകൊണ്ടാണ് നമുക്ക് 2 മാസത്തെ റെൻറ്റ് കിട്ടാത്തത്. അത് നമുക്ക് അൺറിയലൈസ്ഡ് ആയിട്ട് കാണാൻ കഴിയില്ല. ഓക്കെ, താമസിച്ചിട്ടും റെൻറ്റ് കിട്ടാത്തതിനെയാണ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ബാക്കി നെറ്റ് ആനുവൽ വാല്യൂ അല്ലെങ്കിൽ ആനുവൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനാണ് 30% എന്ന് പറയുന്നത്. അതായത് ആനുവൽ വാല്യൂൻ്റെ മുകളിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കണ്ടാൽ ആ എമൗണ്ട് കിട്ടും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ഫോർ കൺസ്ട്രക്ഷൻ എത്ര കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു കറണ്ട് ഇയറിൽ 1500 മൊത്തം കുറയ്ക്കാം. പ്രീ കൺസ്ട്രക്ഷൻ പീരീഡ് എടുത്തത് 6000 മൊത്തം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ 1/5 മാത്രമാണ് ലെസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് 1200. സോ 2700 ലെസ് ചെയ്താൽ നമുക്ക് ബാലൻസ് 32,874 കിട്ടും. ഇതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇതിൽ നോക്കേണ്ട കാര്യം വേക്കൻസി പീരീഡ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അതുപോലെ കോമ്പോസിറ്റ് റെൻറ്റ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ദെൻ ഇൻട്രസ്റ്റ് പ്രീ കൺസ്ട്രക്ഷൻ ആൻഡ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി ഒറ്റൊരു പ്രോബ്ലം കൂടെ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആവുന്ന സമയത്ത് അതിൻ്റെ ആനുവൽ വാല്യൂ നില്ലായിരിക്കും. ഗ്രോസ് ആനുവൽ വാല്യൂ നെറ്റ് ആനുവൽ വാല്യൂ ഒക്കെ നില്ലായിരിക്കും. പക്ഷേ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ബോറോഡ് ക്യാപിറ്റലിൻ്റെ മുകളിലുള്ള ലോണ് ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2 lakh വരെയാണ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിൻ്റെ കേസിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടീസിൻ്റെ കേസിലൊക്കെ നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ലിമിറ്റ് ഇല്ലാതെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളത് ഒന്ന് നോക്കുക. അത് മാത്രം വരുന്നൊരു ക്വസ്റ്റ്യനാണ്. കമ്പ്യൂട്ട് ഇൻകം ഫ്രം HP ഫോർ ലെറ്റ് ഔട്ട് ആൻഡ് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ഫോർ മിസ്റ്റർ രാകേഷ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2025-26. ഒരു വീട് രണ്ടും ആക്കി കൊടുത്തതല്ല ഇവിടെ പറയുന്നത്. ലെറ്റ് ഔട്ട് ആവുന്ന കേസിലും സെൽഫ് ഒക്യുപ്പൈഡ് ആവുന്ന കേസിലും എങ്ങനെയാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് വരിക എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. തന്ന ഇൻഫോർമേഷൻ റെൻറ്റ് റിസീവ്ഡ് 50,000 പെർ മന്ത് ഉണ്ട്, മുനിസിപ്പൽ ടാക്സ് 10,000 പെർ മന്ത് ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ബോറോവിങ്സ് 10 lakh തന്നിട്ടുണ്ട്. ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് ഔട്ട് ആവുന്ന കേസിൽ നമുക്ക് എന്തുണ്ടാകും? റെൻ്റൽ ഇൻകം കിട്ടുന്നുണ്ട്. റെൻ്റൽ ഇൻകം എന്ന് പറയുമ്പോൾ 50,000 × 12 എത്ര? 6 lakh നമുക്ക് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിൽ നിന്ന് ആനുവൽ വാല്യൂ കിട്ടും, ഗ്രോസ് ആനുവൽ. ആദ്യം നമുക്ക് അതിൻ്റെ കേസ് പറയാം. പിന്നെ അതിന് മുനിസിപ്പൽ ടാക്സ് 10,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിൻ്റെ മുകളിൽ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ ഇൻകം ഫ്രം നമുക്ക് പ്രോപ്പർട്ടി കിട്ടും. ഇതിൽ എക്സ്ട്രാ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആവുന്ന സമയത്ത് 10 ലക്ഷം നമുക്ക് മൊത്തമായിട്ട് കുറയ്ക്കണം. ഒരു കൊല്ലം കറണ്ട് ഇയറിൽ എത്ര ലോൺ ഇൻട്രസ്റ്റ് എമൗണ്ട് വന്നിട്ടുണ്ടോ അത് മൊത്തം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, എന്നാൽ സെൽഫ് ഒക്യുപ്പൈഡ് ആവുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രോസ് ആനുവൽ വാല്യൂ നെറ്റ് ആനുവൽ വാല്യൂ ഒക്കെ നമുക്ക് നില്ലായിരിക്കും. അവിടെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന ഒരേ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. അതായത് കറണ്ട് ഇയറത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ലെസ് ചെയ്യാൻ കഴിയും. അവിടെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 2 lakh ആണ്. ഓക്കെ, അപ്പം 10 ലക്ഷമൊക്കെ നമുക്ക് ഒരു കൊല്ലം ബോറോഡ് ക്യാപിറ്റലിൽ ഇൻട്രസ്റ്റ് വന്നാലും മാക്സിമം 2 lakh വരെ നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡിൻ്റെ കേസസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എഫക്റ്റ് എന്തായിട്ട് മാറും? 2 lakh നമുക്ക് ലോസ് വരും. ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൊല്ലം ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഇൻകത്തിൽ നിന്ന് അത് ലെസ് ചെയ്യാനും പറ്റും, ഡിഡക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ സെൽഫ് ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടി ആവുന്ന സമയത്ത് അതിന് ബാക്കി എല്ലാ വാല്യൂസും നില്ലായിരിക്കും. അതായത് ഗ്രോസ് ആനുവൽ നെറ്റ് ആനുവൽ എല്ലാ വാല്യൂസും നില്ലായിരിക്കും. കുറയ്ക്കാൻ പറ്റുന്ന ഒരേ ഒരു വാല്യൂ അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലാണ്. മാക്സിമം ഓഫ് 2 lakh ഇൻ കേസ് ഓഫ് സെൽഫ് ഒക്യുപ്പൈഡ്. അതേസമയം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആകുമ്പോൾ നമുക്ക് എത്ര എമൗണ്ട് വേണമെന്നുണ്ടെങ്കിലും ഒരു കൊല്ലം എത്ര ബോറോഡ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റും?
അത് നമുക്ക് ലെസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഇത് രണ്ടും രണ്ട് കേസായിട്ട്, ഒരു വീട് അതിൻ്റെ പകുതി ലെറ്റ് ഔട്ടും പകുതി സെൽഫ് ഓക്യുപ്പൈഡും ആവുന്ന കേസല്ല നമ്മൾ പറയുന്നത്. രണ്ട് കേസസിലത്തെ ആണ് നമ്മൾ ചെയ്തത്. സെൽഫ് ഓക്യുപ്പൈഡ് ആവുന്ന കേസിലും അതുപോലെ തന്നെ ലെറ്റ് ഔട്ട് ആവുന്ന കേസിലും എന്ത് ഡിഫറൻസ് ആണ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ.